അധ്യായം 34. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടതെന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്തെത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിന്റെ അതിർ ഇങ്ങനെയായിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിന്റെ വശത്തുകൂടി ആയിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്കേ ഉപ്പുകടലിന്റെ അറ്റം തുടങ്ങി ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നേയയുടെ തെക്ക് അവസാനിക്കണം. അവിടെ നിന്ന് ഹസറദ്ദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം. പിന്നെ അതിർ അസ്മോൻ തുടങ്ങി മിസ്രയീം തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിങ്കൽ അവസാനിക്കണം. പടിഞ്ഞാറോ മഹാസമുദ്രം അതിറായിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറേ അതിർ. വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരാക്കേണം. ഹോർ പർവ്വതം മുതൽ ഹമാത്ത് വരെ അതിരാക്കേണം. സെദാദിൽ ആ അതിർ അവസാനിക്കണം. പിന്നെ അതിർ സിഫ്രോൻ വരെ ചെന്ന് ഹസാറേനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കേ അതിർ. കിഴക്കോ ഹസാറേനാൻ തുടങ്ങി ഷെഫാം വരെ നിങ്ങളുടെ അതിരാക്കേണം. ഷെഫാം തുടങ്ങി ആ അതിർ അയീന്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്നിട്ട് കിന്നേരത്ത് കടലിന്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലിങ്കൽ അവസാനിക്കണം. ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിന്റെ അതിറായിരിക്കണം. മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്, നിങ്ങൾക്ക് ചീട്ടിനാൽ അവകാശമായി ലഭിപ്പാനുള്ളതായി യഹോവ 9 ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതുതന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും താന്താങ്ങളുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിന് അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യെരീഹോവിന് കിഴക്ക് യോർദാനക്കരെ ആയിരുന്നു. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നിങ്ങൾക്ക് ദേശം വിഭാഗിച്ചു തരേണ്ടുന്നവരുടെ പേരുകൾ ആവിത്: പുരോഹിതനായ എലയാസറും നൂന്റെ മകനായ യോശുവയും. ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെല്ലാമെന്നാൽ, യഹൂദാ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ശിമിയോൻ ഗോത്രത്തിൽ അമ്മീഹൂദിന്റെ മകൻ ശെമൂവേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ കിസ്ലോന്റെ മകൻ ഏലീദാദ്, ദാൻ ഗോത്രത്തിനുള്ള പ്രഭു യൊക്ലിയുടെ മകൻ ബുക്കി, യോസേഫിന്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിനുള്ള പ്രഭു ഏഫോദിന്റെ മകൻ ഹന്നീയേൽ, എഫ്രയീം ഗോത്രത്തിനുള്ള പ്രഭു ഷിഫ്താന്റെ മകൻ കെമൂവേൽ, സെബൂലൂൻ ഗോത്രത്തിനുള്ള പ്രഭു പർനാക്കിന്റെ മകൻ എലീസാഫാൻ, ഇസാഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസാന്റെ മകൻ പൽത്തിയേൽ, ആശേർ ഗോത്രത്തിനുള്ള പ്രഭു ശലോമിയുടെ പുത്രൻ അഹീഹൂദ്, നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമ്മീഹൂദിന്റെ മകൻ പെദഹേൽ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ.